തെക്കൻ കേരളത്തിൽ അതിശക്തമായ പോരാട്ടം ആണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തീയതി പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ 40 ദിവസങ്ങളുണ്ട്. ഇന്നലെ തന്നെ ശശി തരൂരിനെ പോലെയുള്ളവർ പ്രതികരിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്ക് അത് ഗുണം ചെയ്തേക്കാം എന്ന തരത്തിലാണ്. അതായത് മണ്ഡലത്തിൽ പരിചിതമില്ലാത്ത ആളുകൾക്കൊക്കെ കൂടുതൽ സമയം ലഭിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ മുന്നണികളുടെ ഒരു പ്രചാരണം ഏത് രീതിയിലേക്കാണ് ഇനി മുന്നോട്ട് പോവുക? അഭിലാഷ്, സ്വാഭാവികമായി ഈ 40 ദിവസം എന്ന് പറയുന്നത് തീർച്ചയായും സിസ്റ്റമാറ്റിക്കായി ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും, അതായത് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലേക്കും എത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്, നേരിട്ട് ജനങ്ങളിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള ഒരു അവസരം സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് തന്നെയാണ് തരൂർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ വ്യക്തമാക്കിയതും. എന്തായാലും ഈ നോമ്പിലെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ദേവാലയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ. ഇന്ന് ശശി തരൂർ പ്രധാനമായും മണ്ണന്തല ഉൾപ്പെടെയുള്ള പരുത്തിപ്പാറ, മണ്ണന്തല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് രാവിലെ ഈ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നത്. വൈകുന്നേരം വലിയതുറ സെന്റ് ആന്റണീസ് ദേവാലയത്തിലും അതിനുശേഷം അദ്ദേഹം നോമ്പ് തുറയോടനുബന്ധിച്ച് നഗരത്തിലെ ഒരു മസ്ജിദിലും എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പ്രധാനമായും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയുടെ ഈ പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ പൊഴിയൂർ ഉൾപ്പെടെ തീരദേശ മേഖലകളിലേക്ക് വൈകുന്നേരം എത്തുകയാണ്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തീരദേശ മേഖലയെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം തീരദേശ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ലത്തീൻ സഭാംഗങ്ങളുടെ വോട്ട്, സമുദായത്തിന്റെ വോട്ട് ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഇവിടെ വിജയിക്കാൻ കഴിയുമെന്ന വലിയൊരു ആത്മവിശ്വാസം NDAക്കുണ്ട്. കാരണം 2 തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രമകരമായ ഒരു പ്രവർത്തനം നടത്തിയാൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നയിക്കുന്നതും. പന്ന്യൻ രവീന്ദ്രനും സമാനമായ രീതിയിൽ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഞായറാഴ്ച കൂടുതലായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നത്. പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകളുടെ വോട്ട് തനിക്ക് ലഭിക്കുമെന്ന ഒരു ഉറപ്പിലാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം CPMന്റെ സംഘടനാ ബലം അത് കൃത്യമായി പന്ന്യൻ രവീന്ദ്രന് വേണ്ടി തലസ്ഥാന നഗരത്തിൽ പൂർണ്ണമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുവെന്ന് വേണം പറയാൻ. അങ്ങനെ CPIയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും CPM ആണ് കൃത്യമായി പന്ന്യൻ രവീന്ദ്രന് വേണ്ടി പ്രചാരണ രംഗത്ത് മുമ്പിൽ നിൽക്കുന്നത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ എടുത്തു പറയേണ്ടുന്ന കാഴ്ച. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങലിലും സമാനമായ സാഹചര്യം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. അവിടെ ഇന്ന് വൈകിട്ട് വെമ്പായത്ത് അടൂർ പ്രകാശിന്റെ സിറ്റിംഗ് MP അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നൈറ്റ് മാർച്ച് നടക്കുകയാണ്. വെമ്പായത്ത് വൈകിട്ട് 7 മണിക്കാണ് ഈ നൈറ്റ് മാർച്ച് നടക്കുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന V. ജോയി, അദ്ദേഹം അതിശക്തമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങലിൽ. അതോടൊപ്പമാണ് കേന്ദ്ര സഹമന്ത്രിയായ V. മുരളീധരനും ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പ്രചാരണം തുടരുന്നത് ആറ്റിങ്ങലിൽ. എന്തായാലും ഈ ത്രികോണ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും. അവിടെ ജയം ആർക്കൊപ്പമാകുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രാഷ്ട്രീയ വാക്പോരുകൾ അത്തരത്തിൽ നീങ്ങുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന BJP A കാറ്റഗറി മണ്ഡലമായി കരുതുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്തടക്കം BJPക്ക് നിർണായകമായ സ്വാധീനം ഉറപ്പാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. അവിടെ അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ എത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും മോദി എഫക്റ്റ് അത് പത്തനംതിട്ടയെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന വലിയ ചോദ്യങ്ങളുണ്ട്. വലിയ തരത്തിലുള്ള പ്രചാരണം അനിൽ ആന്റണിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണി, അദ്ദേഹം കഴിഞ്ഞ ദിവസം പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ പരാമർശങ്ങൾ വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് വഴിമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ആന്റോ ആന്റണിക്കെതിരായ രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് നടത്തിയത് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടാണ് NDAയുടെ ക്യാമ്പുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്കും വലിയ തരത്തിൽ പത്തനംതിട്ട മണ്ഡലത്തിന്റെ മലയോര മേഖലകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണം തുടരുകയാണ്. ഇന്ന് നമുക്കറിയാം ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിനാണ് സ്ഥാനാർത്ഥികളെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത്. എന്തായാലും ഈ 40 ദിവസം എന്ന് പറയുന്നത് ഓരോ സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എത്തി നേരിട്ട് ആളുകളെ കണ്ട് വോട്ട് തേടുന്നതിനുള്ള ഒരു വലിയ സമയം ലഭിക്കുന്നു എന്ന് വലിയൊരു കാര്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഡാൻ തുടരുക. ഞാൻ MS